ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പിൻ്റെ 5-ാമത്തെ ദിവസമായ ഇന്ന് പ്രഭാതവചനത്തിലേക്ക് വിശ്വാസികളായ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്നതാണ്. വിശ്വാസമാണ് ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ആധാരം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തെ കാണും, അവനല്ലാതെ വേറൊരു നാമവുമില്ല, രക്ഷയുമില്ല എന്ന് നമുക്കേവർക്കും അറിയാം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് ഇവിടെ എടുത്തു പറയുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മറ്റൊരു ഉപദേശവുമില്ല. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പൊതുവിനെഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തിനും ദൈവം ഇല്ല, ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട് എന്ന് ഇവിടെ എടുത്ത് പറയുന്നു. മൂന്നാമത്തെ പോയിന്റ്, യേശു അല്ലാതെ മറ്റൊരു അടിസ്ഥാനവും ഇല്ല എന്ന് ഇവിടെ പറയുന്നു. യേശു അല്ലാതെ വേറൊരു അടിസ്ഥാനവും നമുക്ക് ഉണ്ടാകില്ല എന്ന് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നാം വചനം വായിക്കുകയും ഭക്തിഗാനങ്ങൾ ആലപിക്കുകയും 2 നേരവും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു അടിസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഗലാത്യർ 1:9 നമുക്ക് ഒന്ന് നോക്കാം. ഞങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വേദവിപരീതികളെക്കുറിച്ച് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യരോട് പറയുന്ന വേദഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. പൗലോസ് ശ്ലീഹ ധന്യം ചൊൽകട്ടെ ദിനേ ദേവം എന്ന പാടുന്ന ആ പാട്ടിൻ്റെ ഗദ്യമാണ് നാം ഇവിടെ കണ്ടത്. 5-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, യേശു അല്ലാതെ മറ്റൊരു വഴിയുമില്ല, സത്യവുമില്ല എന്നാണ് പറയുന്നത്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല എന്ന് പറയുന്നുണ്ട്. 6-ാമത്തെ പോയിന്റാണ്, യേശു അല്ലാതെ മറ്റൊരു മൂലക്കല്ലില്ല എന്ന് പറയുന്നു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു എന്നാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശു അല്ലാതെ മറ്റൊരു പ്രത്യാശയില്ല എന്നുള്ളതാണ് 7-ാമത്തെ പോയിന്റ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി, ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ എന്ന് ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നതായി നമുക്ക് കാണാം. 8-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, യേശു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹയുടെ ഇടയലേഖനം തീത്തോസിന് എഴുതിയതിൽ 2-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അത് വളരെ ക്ലിയർ ആകും. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സ്വബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. ഈ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ നാം നമ്മെ തന്നെ തിരുത്തി ഇന്നേവരെ ചെയ്തിട്ടുള്ളതായ പാപങ്ങളെയൊക്കെയും നമ്മൾ വർജിച്ച് ഇതേവരെ ചെയ്തതായ പാപങ്ങളെ ഇനിയും ഞാൻ ആവർത്തിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി
അവങ്കിലേക്ക് അടുത്ത് ചെല്ലുകയാണെങ്കിൽ ഈ നോയമ്പ് നമുക്ക് ഒരു തീർത്ഥാടനമായി, ഒരു ആത്മീയ തീർത്ഥാടനമായി നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഒരു പുതിയ മനുഷ്യനായി മുമ്പോട്ട് നയിക്കത്തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.